കാർലോ അഞ്ചലോട്ടി എന്ന ഡോൺ കാർലോയുടെ വെള്ളക്കുപ്പായമണിഞ്ഞ പോരാളികൾ വീണ്ടും ബെർണാബോയിൽ മായാജാലം തീർത്തുകൊണ്ട് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. ടാക്ടിക്കൽ ജീനിയസായ പെപ്പിൻ്റെ സിറ്റി അടക്കം ക്വാർട്ടർ ഫൈനലിൽ അഞ്ചലോട്ടിയുടെ പോരാളികൾ പരാജയപ്പെടുത്തുമ്പോഴും വെറുമൊരു ട്രോളിൽ ഡോൺ കാർലോ പിരികമുയർത്തി. അതുകൊണ്ട് റിയൽ മാഡ്രിഡ് ഫൈനലിലേക്ക് എത്തി എന്നാണ് നമ്മളടക്കമുള്ള ഫുട്ബോൾ ആരാധകർ തമാശ രൂപേണയാണെങ്കിലും പറയുന്നത്. ചാമ്പ്യൻസ് ലീഗ് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യൻസ് ലീഗ് ഉയർത്തിയ ഒരു മാനേജറെ കുറിച്ചാണ് നമ്മൾ ഇത്തരത്തിൽ പറയുന്നതെന്ന് ഓർക്കണം. AC മിലാനിലും റിയൽ മാഡ്രിഡിലുമായി 2003, 2007, 2014, 2022 എന്നീ വർഷങ്ങളായി 4 തവണയാണ് അഞ്ചലോട്ടി ചാമ്പ്യൻസ് ലീഗ് ഉയർത്തിയിട്ടുള്ളത്. രണ്ടാമതുള്ളത് പെപ്പ് ഗാർഡിയോള 3 തവണയാണ്. നിലവിൽ അഞ്ചലോട്ടി ഇതാ തൻ്റെ കരിയറിലെ 5ാമത്തെ ചാമ്പ്യൻസ് ലീഗിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു. ഇത്ര വലിയ നേട്ടങ്ങളെല്ലാം നേടിയിട്ടും ഡോൺ കാർലോ എന്ന വിളിപ്പേരുള്ള അഞ്ചലോട്ടി എന്ന ടാക്ടിക്കൽ ജീനിയസിനെ ഈ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാം ഫുട്ബോൾ ആരാധകരെന്ന് പറയുന്നതിൽ എന്താണ് കാര്യം? ഇതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ കാർലോ അഞ്ചലോട്ടി എന്ന മാനേജർ മാഡ്രിഡിൽ ഈ സീസണിൽ നേരിട്ട പ്രതിസന്ധികളും അത് അദ്ദേഹം മറികടന്ന രീതിയും, കൂടാതെ ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കൽ ട്രാൻസ്ഫോർമേഷനും ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിലും സെമിയിലും നടത്തിയ പ്രകടനങ്ങളും ഒക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും സ്പോർട്സ് സ്റ്റഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ, കാർലോ അഞ്ചലോട്ടിയുടെ റിയൽ മാഡ്രിഡിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പ്ലെയറാണ് ജൂഡ് ബെല്ലിംഗ്ഹാം. എങ്ങനെയാണ് അദ്ദേഹത്തെ കാർലോ അഞ്ചലോട്ടി മികച്ച രീതിയിൽ ഈ സീസണിൽ യൂസ് ചെയ്തത്? അഞ്ചലോട്ടി റിയൽ മാഡ്രിഡിൽ വന്നതിന് ശേഷം മാഡ്രിഡിൽ തനിക്ക് ഏറ്റവും കൂടുതൽ വിന്നിംഗ് സമ്മാനിച്ച 4-3-3 എന്ന ഫോർമേഷനായിരുന്നു പ്രീവിയസ് സീസണിൽ കൂടുതലായി യൂസ് ചെയ്തത്. ഇതിൽ നമ്പർ 9 ഇറങ്ങി മാഡ്രിഡിന് വേണ്ടി ഏറ്റവും കൂടുതൽ മികച്ച പ്രകടനം നടത്തി. പ്രീവിയസ് സീസണിൽ ബാലൻ ഡി ഓർ വരെ നേടിയ വ്യക്തിയായിരുന്നു ബെൻസീമ. ടോട്ടൽ ടീമിൻ്റെ 25.8% ഗോളും സ്കോർ ചെയ്തത് പ്രീവിയസ് സീസണിൽ ബെൻസിമയായിരുന്നു. ബെൻസിമേൻ്റെ ഡിപ്പാർച്ചറോട് കൂടി മാഡ്രിഡിൽ ലാക്ക് ഓഫ് നമ്പർ 9 റോൾ ഉണ്ടാവുകയും എന്നാൽ മിഡ്ഫീൽഡിൽ ജൂഡ് ബെല്ലിംഗ്ഹാം അടക്കമുള്ള പ്ലേയേഴ്സിൻ്റെ വരവോടുകൂടി മികച്ച ടാലൻറ്റും ക്വാളിറ്റിയുമുള്ള പ്ലേയേഴ്സ് റയലിൻ്റെ മിഡ്ഫീൽഡിൽ കൂടുതലായി വരികയുമാണ് ചെയ്തത്. ഇതോടുകൂടിയാണ് മിഡ്ഫീൽഡിൽ കൂടുതൽ മികച്ച പ്ലേയേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് പ്രീവിയസ് സീസണിൽ 2 വിങ്ങർ റോളിൽ കളിച്ച അറ്റാക്കേഴ്സിനെ സെൻട്രൽ നാരോയെ കളിപ്പിച്ചുകൊണ്ട് 4-4-2 ഡയമണ്ട് സ്ട്രക്ചറിലേക്ക് അഞ്ചലോട്ടി തൻ്റെ ഫോർമേഷൻ ചേഞ്ച് ചെയ്തത്. അവസാനമായി ഈ 4-4-2 ഡയമണ്ട് സ്ട്രക്ചർ റിയൽ മാഡ്രിഡിൽ യൂസ് ചെയ്തിട്ടുള്ളത് 2017 സിദാൻ റയലിൻ്റെ കോച്ചായിരുന്ന സമയത്താണ്. അന്ന് ഫോർവേഡ്സായി ഇറങ്ങിയ റൊണാൾഡോൻ്റെയും ബെൻസിമേൻ്റെയും പുറകിലായി ഇസോക്കായിരുന്നു അറ്റാക്ക് മിഡ്ഫീൽഡർ റോളിലുണ്ടായിരുന്നത്. ഇവിടെ അഞ്ചലോട്ടിയുടെ കഴിഞ്ഞ സീസണിലേക്ക് വന്നാൽ ഗ്രൗണ്ടിൻ്റെ 2 വിങ്ങിലൂടെയും ടച്ച് ലൈനോട് ചേർന്ന് ഓവർലാപ്പ് റണ്ണുകൾ നടത്തി വിങ്ങിൽ നിന്ന് കട്ട് ഇൻസേർട്ട് ചെയ്ത് ബെൻസിമയ്ക്ക് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിക്കായിരുന്നു 2 വിങ്ങേഴ്സും ഉണ്ടായിരുന്നത്. എന്നാൽ കറണ്ട് സീസണിൽ ഈ 2 വിങ്ങേഴ്സും ഫോർവേഡിലേക്ക് നാരോ പോസ്റ്റിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 വിങ്ങിൽ വന്ന സ്പേസിലൂടെ 2 ഫുൾ ബാക്കുകളായിരിക്കും ഓവർലാപ്പ് ചെയ്ത് അറ്റാക്കിംഗ് പോസ്റ്റിലുണ്ടാവുക. ഈ 2 ഫുൾ ബാക്കുകൾക്കും കഴിഞ്ഞ സീസണിനേക്കാൾ കൂടുതൽ അറ്റാക്കിംഗ് ഡ്യൂട്ടി ഈ സീസണിൽ മാഡ്രിഡിൽ അഞ്ചലോട്ടിയുടെ കീഴിലുണ്ട്. അഞ്ചലോട്ടിയുടെ ടാറ്റിക്സിലും ഫോർമേഷനിലും വന്ന വലിയൊരു മാറ്റം പ്ലേയേഴ്സിൻ്റെ പൊസിഷനിലടക്കം ഫോർവേഡിൽ വന്ന ഈ മാറ്റം തന്നെയാണ്. ഫോർവേഡിലെ ഈ മാറ്റം റിയൽ സോസ്ഡാഡിനെതിരെയുള്ള ലീഗിലെ റയലിൻ്റെ മാച്ചിൽ നോക്കിയാൽ റയലിൻ്റെ ബിൽഡപ്പ് സമയത്ത് 2 ഫോർവേഡ്സും ഗ്രൗണ്ടിൻ്റെ സെൻറ്ററിൽ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത് കാണാം. അതുപോലെ ഫുൾ ബാക്കായ ഗാർസിയ കർവഹാൽ ആണെങ്കിൽ 2 ഫ്ലാങ്കിലൂടെയും ഓവർലാപ്പ് ചെയ്ത് വന്നുകൊണ്ട് ടച്ച് ലൈനോട് ചേർന്ന് മിഡ്ഫീൽഡിൽ വൈഡായി നിൽക്കുന്നതും കാണാം. ഇവിടെ അറ്റാക്ക് മിഡ്ഫീൽഡർ റോളിലുള്ള ജൂഡ് ബെല്ലിംഗ്ഹാമാണ് മിഡ്ഫീൽഡേഴ്സിനും ഫോർമാൻ അറ്റാക്കേഴ്സിനും ഇടയിലുള്ള സ്പേസ് ഫില്ല് ചെയ്യുന്നത്. ഈ 2 ഫോർവേഡ്സിനും പുറകിലായി അറ്റാക്ക് മിഡ്ഫീൽഡർ റോളിൽ കാണുന്ന ജൂഡ് ബെല്ലിംഗ്ഹാം 2 ഫോർവേഡ്സും തമ്മിലുള്ള കോമ്പിനേഷനിലൂടെ വളരെ മികച്ച അറ്റാക്കിംഗ് ഈ സീസണിൽ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ശരിക്കും അഞ്ചലോട്ടി തൻ്റെ ടാറ്റിക്സിൽ ഒരു ക്ലാസിക് നമ്പർ 10 റോളാണ് ജൂഡ് ബെല്ലിംഗ്ഹാമിലൂടെ മാഡ്രിഡിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഇവിടെ നമുക്കിനി കാർലോ അഞ്ചലോട്ടി യൂസ് ചെയ്ത 4-4-2 ഡയമണ്ട് സ്ട്രക്ചറിൻ്റെ ബേസിക് ആയ അറ്റാക്കിംഗ് മൂവ്മെൻറ്റ് നോക്കിയാൽ പൊതുവേ 4-4-2 ഡയമണ്ട് സ്ട്രക്ചറിൽ ഗ്രൗണ്ടിൻ്റെ സെൻറ്ററിൽ ഒരുപാട് പ്ലേയേഴ്സിൻ്റെ സപ്പോർട്ട് ലഭിക്കുമെങ്കിലും ഈ സ്ട്രക്ചറിൻ്റെ പൊതുവായൊരു വീക്ക്നെസ് വൈഡ് ഏരിയാസിൽ പ്ലേയേഴ്സിൻ്റെ സപ്പോർട്ട് ഇല്ലാത്തതാണ്. ഇതിനെ ഓവർകം ചെയ്യാനാണ് ഫുൾ ബാക്കിനെ ഓഫൻസീവായി കളിപ്പിക്കുന്നത്. ഇങ്ങനെ ഫുൾ ബാക്ക് പുഷ് ചെയ്ത് ഫോർവേഡിൽ എത്തുന്നതോടുകൂടി ഫോർവേഡിൽ അറ്റാക്കിങ്ങിൽ ഒരുപാട് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒപ്പോണിനെതിരെ വളരെ മികച്ച അറ്റാക്കിംഗ് നടത്താൻ സാധിക്കും. ഇവിടെ ഗ്രൗണ്ടിൻ്റെ 2 സൈഡിലെ അറ്റാക്കിലും വലിയ കോൺട്രിബ്യൂഷൻ നൽകാൻ സാധിക്കുന്ന ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടാണ് ജൂഡ് ബെല്ലിംഗ്ഹാമിനെ അഞ്ചലോട്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അറ്റാക്കിംഗ് സ്ട്രക്ചറാണ് കാർലോ അഞ്ചലോട്ടി ബിൽഡപ്പ് സമയത്ത് യൂസ് ചെയ്യുന്നതെങ്കിലും കാർലോ അഞ്ചലോട്ടിനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹം ഒരു പൊസിഷൻ ഫുട്ബോൾ അല്ല കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പൊസിഷൻ ഫുട്ബോൾ കളിക്കുന്ന ടീമുകളായ ആർട്ടറ്റയുടെ ആർസണലിനെ പോലെയോ പെപ്പിൻ്റെ സിറ്റിയെ പോലെയോ ഒക്കെ ഒരു പാസിംഗ് സ്ട്രക്ചർ റയലിൻ്റെ ബിൽഡപ്പ് സമയത്ത് കാണാൻ സാധിക്കില്ല.
കൂടുതലും പ്ലേയേഴ്സ് തമ്മിലുള്ള കെമിസ്ട്രി യൂസ് ചെയ്തുകൊണ്ടുള്ള റിലേഷനിസം പ്രിൻസിപ്പിളാണ് കാർലോ ആഞ്ചലോട്ടി റയലിൽ കൂടുതലായി യൂസ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ ഫോർവേഡ്സും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും ഫുൾ ബാക്സും സെൻട്രൽ മിഡ്ഫീൽഡറും എല്ലാവരും അടങ്ങുന്ന ബിൽഡപ്പ് സമയങ്ങളിൽ ഒരു ഫ്രീ റോളിൽ റൺ നടത്തുന്ന പല പ്ലേയേഴ്സിനെയും നമുക്ക് ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ഫ്രീ റോളിലെ കൂടുതൽ പ്ലേയേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് മികച്ച ബിൽഡപ്പ് അറ്റാക്ക് അഞ്ചലോട്ടിൻ്റെ റയലിൽ കാണാൻ സാധിക്കുമെങ്കിലും നിലവിൽ അഞ്ചലോട്ടിയുടെ ടീം അറിയപ്പെടുന്നത് ഏറ്റവും മികച്ച രീതിയിൽ കൗണ്ടർ അറ്റാക്കും ലോങ് ബോൾ അറ്റാക്കും നടത്തുന്ന ടീം എന്ന നിലയിലാണ്. സോ ഈ അറ്റാക്ക് എത്തരത്തിലാണെന്ന് നോക്കിയാൽ ഇവിടെ റയൽ മാഡ്രിഡ് നടത്തുന്ന കൗണ്ടർ അറ്റാക്ക് ആയാലും ലോങ് ബോൾ അറ്റാക്ക് ആയാലും ഒരു കീ പ്ലെയർ ആയിട്ട് വരുന്നത് ടോണി ക്രൂസ് തന്നെയാണ്. അദ്ദേഹം ഇവിടെ ബോൾ ഡിഫൻസിൽ വെച്ച് മാഡ്രിഡിന് ലഭിച്ചാലോ അല്ലെങ്കിൽ ബിൽഡപ്പ് ആരംഭിക്കുമ്പോഴോ രണ്ട് ഫുൾ ബാക്കുകളും മറ്റ് മിഡ്ഫീൽഡേഴ്സും അടക്കം ഫോർവേഡിലേക്ക് അറ്റാക്കിങ്ങിന് വേണ്ടി പുഷ് ചെയ്യുമ്പോൾ ടോണി ക്രൂസ് തൻ്റെ പൊസിഷനിൽ സ്റ്റിക്ക് ചെയ്ത് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഡിഫൻസിലേക്ക് ഡ്രോപ്പ് ചെയ്തുകൊണ്ടോ ഡിഫൻസിൽ 2 മാൻ സെൻറ്റർ ബാക്കിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഒരു 3 മാൻ സെൻറ്റർ ബാക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ബോൾ സ്വീകരിച്ച് ഒപ്പോണന്റ് ഡിഫൻസീവ് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഫോർവേഡിലേക്ക് റൺ നടത്തുന്ന റിയൽ മാഡ്രിഡ് പ്ലേയേഴ്സിനെ പിക്ക് ചെയ്തുകൊണ്ടുള്ള ലോങ് ബോൾ ആണ് ക്രൂസ് നൽകുന്നത്. ഇവിടെ മാഡ്രിഡിൻ്റെ ഫോർവേഡിൽ ഇത്തരത്തിൽ ഡിഫൻസിൽ നിന്ന് വരുന്ന ലോങ് ബോളുകൾ പിക്ക് ചെയ്തുകൊണ്ട് റൺ നടത്താൻ വളരെ പേസുള്ള വിനിയും റോഡ്രിഗോയും സെൻട്രലായി ഫോർവേഡിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒപ്പോണന്റ് സെൻറ്റർ ബാക്കുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇവരെ ഡിഫെൻഡ് ചെയ്യാൻ. കാരണം ഇവരിൽ ആരിലേക്കാണ് ലോങ് ബോൾ വരികയെന്ന് ഒപ്പോണന്റ് സെൻറ്റർ ബാക്കുകൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കൂടാതെ ഫുൾ ബാക്ക് ഓവർലാപ്പ് റൺ ചെയ്ത് വരികയും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ജൂഡ് ബെല്ലിംഗ്ഹാമും അറ്റാക്കിങ്ങിലേക്ക് ചേർന്നതോടുകൂടി ഫോർവേഡിൽ ഡിഫൻസിൽ നിന്നുള്ള ലോങ് ബോൾ പിക്ക് ചെയ്തുകൊണ്ടുള്ള റണ്ണുകളിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലേയേഴ്സിൻ്റെ റണ്ണുകൾ നമുക്ക് കാണാൻ സാധിക്കും. റയൽ മാഡ്രിഡിൻ്റെ ക്രൂസിലൂടെയുള്ള ഈ അറ്റാക്ക് റയലിൻ്റെ ഒരു മാച്ചിൽ നോക്കിയാൽ ഇവിടെ ഗോളിയിൽ നിന്ന് ബോൾ സ്വീകരിച്ച് സെൻറ്റർ ബാക്ക് ഫോർവേഡിലേക്ക് റൺ നടത്തുമ്പോൾ ടോണി ക്രൂസ് ഫോർവേഡിലേക്ക് മൂവ് ചെയ്യാതെ തൻ്റെ പോസ്റ്റിൽ സ്റ്റിക്ക് ചെയ്ത് നിന്നുകൊണ്ട് ഡിഫൻസിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത് കാണാം. ക്രൂസിലേക്ക് ബോൾ വരുമ്പോൾ തന്നെ ഫോർവേഡിലുള്ള ഒരു പ്ലെയർ ഫോർവേഡിൽ നിന്ന് മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പിംഗ് റൺ നടത്തിക്കൊണ്ട് ഒപ്പോണന്റ് ഡിഫൻസീവ് ലൈൻ്റെ സ്ട്രെച്ചർ ബ്രേക്ക് ചെയ്യുന്നതും ഇവിടെ കാണാം. ഇത്തരത്തിൽ ഡിഫൻസീവ് ലൈൻ ബ്രേക്ക് ചെയ്യപ്പെട്ട ഒപ്പോണന്റിനെതിരെ ടോണി ക്രൂസ് ബോൾ സ്വീകരിക്കുമ്പോൾ ക്വിക്കായിട്ട് ഒപ്പോണന്റ് ഡിഫൻസീവ് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള റണ്ണാണ് റയലിൻ്റെ 4 പ്ലേയേഴ്സ് ഇവിടെ നടത്തുന്നത്. ഈ സമയം ക്രൂസിൽ നിന്ന് ഏത് പ്ലെയറിലേക്കുള്ള പാസ്സാണ് വരുന്നതെന്ന് ഒപ്പോണന്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പെപ്പിൻ്റെ സിറ്റിക്കെതിരെയും തോമസ് തുഷേലിൻ്റെ ബയണിനെതിരെയും കാർലോ ആഞ്ചലോട്ടി റയൽ നടത്തിയ ചില നീക്കങ്ങൾ കൂടി നോക്കി വീഡിയോ അവസാനിപ്പിക്കാം. ഇവിടെ ചാമ്പ്യൻസ് ലീഗിൽ പെപ്പിൻ്റെ സിറ്റിക്കെതിരെ ക്വാർട്ടർ ഫൈനലിൽ 3-3 എന്ന സമനിലയ്ക്ക് ശേഷം റിയൽ എവേ ഗെയിമിൽ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ 4-3 എന്ന സ്കോറിൽ സിറ്റിയെ പരാജയപ്പെടുത്തിയ മത്സരത്തിലേക്ക് വന്നാൽ പെപ്പിൻ്റെ സിറ്റി മാഡ്രിഡിനെതിരെ പരാജയപ്പെടാനുണ്ടായ പ്രധാന കാരണം രണ്ടാം ഭാഗത്തിൽ പ്രസിംഗിൽ കാർലോ ആഞ്ചലോട്ടി റയൽ മാഡ്രിഡിൻ്റെ ഫോർവേഡിൽ കൊണ്ടുവന്ന ചെറിയൊരു മാറ്റമാണ്. സിറ്റി 4-1-4-1 എന്ന ഫോർമേഷനിലാണ് ഇറങ്ങുന്നതെങ്കിലും സിറ്റിയുടെ ബിൽഡപ്പ് സമയത്ത് സെൻറ്റർ ബാക്കായ ആക്കാഞ്ചി മിഡ്ഫീൽഡിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് 2 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറും ഒരു സെൻറ്റർ ബാക്കും അടങ്ങുന്ന ഒരു 4 മാൻ മിഡ്ഫീൽഡ് ഏരിയ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പെപ്പിൻ്റെ സിറ്റി ബിൽഡപ്പ് നടത്തിയത്. ഇവിടെ പെപ്പിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്തായ മിഡ്ഫീൽഡിലെ ഈ 4 മാൻ മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ടുള്ള ബിൽഡപ്പ് അറ്റാക്കിനെയാണ് കാർലോ ആഞ്ചലോട്ടി തകർത്ത് കളഞ്ഞത്. ബിൽഡപ്പ് സമയത്ത് 3-2-2-3 എന്ന സ്ട്രെച്ചറിലേക്ക് മാറുന്ന സിറ്റിയുടെ 3 മാൻ സെൻറ്റർ ബാക്കിനെതിരെ 4-2-3-1 എന്ന ഫോർമേഷനിൽ ഇറങ്ങിയ ആഞ്ചലോട്ടിയുടെ മാഡ്രിഡ് ഒരു 4-2-4 എന്ന സ്ട്രെച്ചറിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് ഫോർവേഡിൽ പ്രസിംഗിലുള്ള 4 മാൻ പ്ലേയേഴ്സായ റോഡ്രി, വിനി, ജൂഡ്, വാൽവെർദെ എന്നീ പ്ലേയേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് സിറ്റിയുടെ 3 മാൻ സെൻറ്റർ ബാക്കിനെതിരെ പ്രസിംഗ് നടത്തുകയാണ് ഇവിടെ ചെയ്തത്. ഇത്തരത്തിൽ 4 ഫോർവേഡിൽ നാരോ ആയി നിർത്തി പ്രസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിഫൻസിൽ നിന്ന് മിഡ്ഫീൽഡിലൂടെയുള്ളൊരു ബിൽഡപ്പ് അറ്റാക്ക് സിറ്റിക്ക് കളിയിൽ ഉടനീളം നടത്താൻ സാധിച്ചിട്ടില്ല. കൂടാതെ പ്രസിംഗ് സമയത്ത് മാഡ്രിഡിൻ്റെ ഫോർവേഡിലുള്ള ഒരു സ്ട്രൈക്കറിനും ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും അതുപോലെ മിഡ്ഫീൽഡിലുള്ള 2 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിനും ഹൈ പ്രസിംഗിലേക്ക് പോവാത്ത സമയങ്ങളിൽ പെപ്പിൻ്റെ 4 മാൻ മിഡ്ഫീൽഡേഴ്സിനെ കൃത്യമായി മാർക്ക് ചെയ്യുവാനും സിറ്റിയുടെ 3 മാൻ സെൻറ്റർ ബാക്കിൽ നിന്ന് മിഡ്ഫീൽഡിലേക്ക് പാസ് ചെയ്യാതെ കവർ ചെയ്ത് നിൽക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഇതോടുകൂടി സിറ്റി പൊതുവായി നടത്താറുള്ള മിഡ്ഫീൽഡിലൂടെയുള്ള അറ്റാക്ക് പൂർണ്ണമായും പരാജയപ്പെടുകയും വിങ്ങിലൂടെയുള്ള ക്രോസുകൾ കൂടുതലായി ആ മത്സരത്തിൽ സിറ്റി ആശ്രയിക്കേണ്ടി വരികയുമാണ് ചെയ്തത്. സിറ്റിയുടെ പ്രീമിയർ ലീഗിലെ പെർ ഗെയിം ആവറേജ് ക്രോസിംഗ് 17.6 ആണെങ്കിൽ റിയൽ മാഡ്രിഡിനെതിരായ ഈ മത്സരത്തിൽ മിഡ്ഫീൽഡിലൂടെ അറ്റാക്ക് നടത്താൻ സാധിക്കാതെ വിങ്ങിലൂടെ ഓവർലാപ്പ് ചെയ്തു വന്ന 46 ക്രോസുകളാണ് സിറ്റി പ്ലേയേഴ്സ് ബോക്സിലേക്ക് നൽകിയത്. എന്നാൽ അതിൽ വെറും 8 മാത്രമേ സിറ്റിയിൽ ബോക്സിൽ നിൽക്കുന്ന പ്ലേയേഴ്സിനെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ.
സോ പെപ്പിൻ്റെ സിറ്റിക്കെതിരെ ഇത്തരത്തിൽ മികച്ചൊരു നീക്കം കാർലോ ആഞ്ചലോട്ടി രണ്ടാം ലെഗിൽ നടത്തിയത് കൊണ്ട് തന്നെയാണ് സിറ്റി ആ മത്സരത്തിൽ സമനില നേടേണ്ടി വരികയും പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കളി പോവുകയും ചെയ്തത്. ഈ മത്സരത്തിൽ ഒത്തിരി മൊമെൻറ്റ്സ് ഉണ്ടെങ്കിലും സിറ്റിക്ക് ഗോൾ കണ്ടെത്താൻ സാധിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി രണ്ടാമതായി സെമി ഫൈനലിൽ റയലും ബയേണുമായിട്ടുള്ള 2-2 എന്ന സമനിലയ്ക്ക് ശേഷം ബെർണാബോയിൽ വെച്ച് നടന്ന 2-1 എന്ന റയലിൻ്റെ ഹോം വിജയത്തിലേക്ക് വന്നാൽ, സെക്കൻഡ് ലെഗിലെ മത്സരത്തിൽ ഫസ്റ്റ് ലെഗിലെ ഒരു ബയേൺ മ്യൂണിക്കിനെ അല്ല നമുക്ക് കാണാൻ സാധിച്ചത്. യാതൊരു പ്രസംഗം ചെയ്യാതെ പൂർണ്ണമായും റയലിന് ഡിഫൻസിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യാൻ ഫ്രീഡം നൽകിക്കൊണ്ടുള്ള ഒരു ബയേണെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതുകൊണ്ട് തന്നെ ഡിഫൻസിൽ നിന്നും മികച്ച ബിൽഡപ്പ് അറ്റാക്ക് നടത്താൻ പ്ലെൻറ്റി ഓഫ് സ്പേസ് റയലിന് കിട്ടിയതോടുകൂടി നമ്മൾ ആദ്യം റയലിൻ്റെ ടാക്റ്റിക്കൽ അനാലിസിസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ ക്രൂസിനെ 3-man സെൻറ്റർ ബാക്ക് റോളിലെ ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് റോളിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് ക്രൂസിൽ നിന്ന് മികച്ച രീതിയിൽ ബിൽഡപ്പ് ആരംഭിക്കുന്ന ഒരു റയലിനെ ആയിരുന്നു ഈ മത്സരത്തിൽ കണ്ടത്. സോ ക്രൂസ് ഡിഫൻസിലേക്ക് വന്നതോടുകൂടി ക്രൂസിൻ്റെ സെൻട്രൽ മിഡ്ഫീൽഡർ റോൾ ഫില്ല് ചെയ്യുവാൻ 4-4-2 ഫോർമേഷനിൽ ലെഫ്റ്റ് മിഡ്ഫീൽഡറായി ഇറങ്ങിയ ജൂഡ് ബെല്ലിംഗ്ഹാം ബിൽഡപ്പ് സമയത്ത് ക്രൂസിൻ്റെ പൊസിഷനായ ലെഫ്റ്റ് സെൻട്രൽ മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് ചേഞ്ച് ആവുകയും ലെഫ്റ്റ് ബാക്കായ മിൻഡി ഓവർലാപ്പ് റൺ നടത്തി ലെഫ്റ്റ് മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് വരികയും അതുപോലെ 4-4-2-ൽ സ്ട്രൈക്കറായി ഇറങ്ങിയ വിനി റയലിൻ്റെ ലെഫ്റ്റ് ഫ്ലാങ്കിലൂടെയുള്ള ഈ ബിൽഡപ്പിന് സപ്പോർട്ട് നൽകാൻ ഒരു ലെഫ്റ്റ് വിങ്ങർ റോളിലേക്ക് ചേഞ്ച് ആവുകയുമാണ് ചെയ്തത്. ഇങ്ങനെ കൂടുതൽ പ്ലേയേഴ്സിനെ ഗ്രൗണ്ടിൻ്റെ ലെഫ്റ്റ് മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ലെഫ്റ്റ് സൈഡിലൂടെ ബിൽഡപ്പ് നടത്തുകയും ഇതേസമയം ഓപ്പോസിറ്റ് സൈഡിൽ റൈറ്റ് ബാക്കായ കർവഹാലിനെ വൈഡായി നിർത്തിക്കൊണ്ട് റയലിൻ്റെ ഗ്രൗണ്ടിലെ ലെഫ്റ്റ് സൈഡിലൂടെയുള്ള ബിൽഡപ്പിനെ ബയൺ പ്ലേയേഴ്സ് കോമ്പാക്റ്റായി ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയം മികച്ച ബിൽഡപ്പിലൂടെയോ അല്ലെങ്കിൽ ഡിഫൻസിൽ നിന്ന് ക്രൂസ് ഡയറക്റ്റായോ സൈഡ് സ്വിച്ച് ചെയ്തുകൊണ്ട് റൈറ്റ് ബാക്കായ കർവഹാലിലേക്ക് ലോങ് ബോൾ നൽകിക്കൊണ്ട് കർവഹാലിലൂടെ ഗ്രൗണ്ടിൻ്റെ റൈറ്റ് വിങ്ങിൽ നിന്നും വളരെ ഡേഞ്ചറായ ത്രൂ ബോളും ക്രോസുകളുമായിരുന്നു റയൽ നടത്തിയിരുന്നത്. ഇത്തരത്തിലൊക്കെയാണെങ്കിലും കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ സാനിയിലൂടെയൊക്കെ മികച്ച അവസരങ്ങൾ ബയേണിന് ലഭിച്ചിരുന്നു. അത്തരത്തിൽ മത്സരത്തിൻ്റെ 68-ാം മിനിറ്റിൽ ബയേൺ നടത്തിയ ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിലാണ് ഡേവിസ് ഗോൾ നേടുന്നത്. തുടർന്ന് ബയേൺ കോച്ചായ തോമസ് തുഷേൽ 76-ാം മിനിറ്റിൽ സാനിയെ പിൻവലിച്ചുകൊണ്ട് സെൻറ്റർ ബാക്കായ കിമ്മിനെ കൊണ്ടുവന്ന് ഒരു ഡിഫെൻസീവ് അപ്രോച്ചാണ് പിന്നീടുള്ള സമയങ്ങളിൽ നടത്തിയത്. ഇതൊരിക്കലും റയലിന് അഞ്ചലോട്ടിയെ തുഷേൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് ഞാൻ പറയില്ല. റയലിന് അഞ്ചലോട്ടിക്ക് കൊടുക്കേണ്ട പൂർണ്ണ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് റയലിൻ്റെ കംബാക്ക് പൂർണ്ണമായും തടയാൻ വേണ്ടിയാണ് ബയേൺ കോച്ചായ തുഷാൽ പൂർണ്ണമായും ഡിഫെൻസീവ് അപ്രോച്ചിലേക്ക് മാറിയത്. എന്നാൽ ഇത് പിന്നീട് മത്സരത്തിൽ തിരിച്ചടിയാവുന്നതാണ് കണ്ടത്. റയലിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയ ജോസുൽ 88-ാം മിനിറ്റിലും എക്സ്ട്രാ ടൈമിൽ 90+1 മിനിറ്റിലും ഗോൾ സ്കോർ ചെയ്തതോടുകൂടി പിന്നീട് ഒരു കംബാക്ക് നടത്താൻ തുഷാലിൻ്റെ ഡിഫെൻസീവ് അപ്രോച്ചിലേക്ക് മാറിയ ബയേണിന് സാധിച്ചില്ല എന്നതാണ്. ഇവിടെ 88-ാം മിനിറ്റിൽ ജോസുൽ നേടിയ ഗോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു സ്ട്രൈക്കർ റോളിൽ നിന്നും ലെഫ്റ്റ് വിംഗർ പോസ്റ്റിലേക്ക് മാറിയ വിനി എടുത്ത ഷോട്ട് നോയറിൻ്റെ കയ്യിൽ നിന്നും മിസ്സായതിനു ശേഷമാണ് ജോസുൽ ഗോൾ സ്കോർ ചെയ്യുന്നത്. 91 മിനിറ്റ് ശേഷം ഓൾമോസ്റ്റ് 14 മിനിറ്റ് വരെ എക്സ്ട്രാ ടൈം ലഭിച്ചിട്ടും ബയേണിന് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവിടെയാണ് തുഷാലിൻ്റെ ഡിഫെൻസീവ് അപ്രോച്ചുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ബയേണിനെ തോൽവിയിലേക്ക് നയിച്ചത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. കേവലം ഒരു ഭയത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ കാർലോ ആഞ്ചലോട്ടി കാണിക്കുന്ന ആക്ഷൻ്റെ പുറത്തോ അല്ല നിലവിൽ റയൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെത്തി നിൽക്കുന്നത്. അഞ്ചലോട്ടി എന്ന മികച്ച ടാറ്റിക്സിൻ്റെ പിൻബലത്തിൽ പ്രതീക്ഷയും പോരാട്ട വീര്യവും ഉള്ളവർ അണിഞ്ഞ് പഴകിയ റയൽ മാഡ്രിഡിൻ്റെ വെള്ളക്കുപ്പായം അണിഞ്ഞ ഒരുപടി മികച്ച കളിക്കാർ അവരുടെ പോരാട്ട വീര്യം കളത്തിൽ കാണിക്കുന്നതും കൊണ്ടുകൂടിയാണ് റയൽ വീണ്ടും നിലവിൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെത്തി നിൽക്കുന്നത്. ഒരുപക്ഷേ ഈ പ്രാവശ്യ ചാമ്പ്യൻസ് ലീഗ് റയലിൻ്റെ ഷോക്കേസിലെ തങ്ങളുടെ 15ാമത്തെ ചാമ്പ്യൻസ് ലീഗും അഞ്ചലോട്ടി എന്ന ഡോൺ കാർലോയുടെ 5ാമത്തെ ചാമ്പ്യൻസ് ലീഗ് വിജയം കൂടിയായിരിക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഡോർമൻ ലയൻ്റായ മാർക്കോ റൂയിസ് പടിയിറങ്ങുന്നതിന് മുമ്പ് 1997 ശേഷം ഡോർമന് നേടാൻ സാധിക്കുന്ന 2ാമത്തെ ചാമ്പ്യൻസ് ലീഗും ആയേക്കാം. എന്തായാലും 2-ാം തീയതി ഫൈനലിന് മുമ്പ് ഇത്തരത്തിലൊരു വീഡിയോ ബോറുസിയ ഡോർട്ട്മണ്ട് കോച്ചായ ജർമ്മൻ കോച്ച് ഏഡൻ ടെർസിനെ കുറിച്ച് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.